Hello everyone, welcome to our YouTube channel. ഉറക്കത്തിൽ നിന്ന് എണീറ്റെടുക്കുന്ന വ്ളോഗാണ്. ഇന്ന് ഞാനും ജിനും മാത്രമായിട്ടൊരു ട്രിപ്പ് പോവുകയാണ്. വേറെ എവിടെയല്ല, കൊടൈക്കനാൽ. നമ്മൾ 1 മണിയാകുമ്പോൾ ഇറങ്ങും. 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം. സോ പോകുന്ന വഴിയിൽ വീഡിയോ എടുക്കാം. പാരൻസിനെയൊക്കെ പോയി കണ്ടു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ കാറിലിരുന്ന് പോവുകയാണ്. ഇപ്പോൾ സമയം 1:20. എത്ര മണിക്ക് എത്തുമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും അവരെ 3 ദിവസം എങ്ങനെ കാണാതിരിക്കും. The next day. Good morning guys. നമ്മൾ ഇന്നലെ രാത്രി ഉറക്കം വന്നിട്ട്, രാത്രിയല്ലേ വെളുപ്പിൽ ഉറക്കം വന്നിട്ട് പെട്രോൾ പമ്പിൽ വണ്ടിയിട്ട് ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 7:30 4:30 ഉറങ്ങിയതാണല്ലേ. ഇപ്പോൾ 7:30 കാറിൽ കിടന്ന് ഇത്ര നേരം ഉറക്കമായിരുന്നു. അപ്പം അഗെയിൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാപ്പി കുടിച്ചിരിക്കുന്നു. നമ്മള് റെസ്റ്റ് ചെയ്തതിന്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, ആര്യാസ് വെജ്. അപ്പൊ അവിടെ കയറി 2 ദോശ കഴിച്ചു, കോഫി അടിച്ചു. ഞാൻ ഇഡലി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പോവുകയാണ്. എല്ലാരും ഫോട്ടോ എടുക്കും. ഞാൻ ഇത് വെറുതെ അതാണ് കൊടൈക്കനാൽ. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. കൊടൈക്കനാൽ എൻട്രൻസ് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് ചുരം കയറുകയാണ്. അതെ. ഇങ്ങനെ ഇതേ വഴി കൂടെ താഴോട്ട് പോയി. In 28 kilometers, turn left. ഹലോ ഹലോ. ചുരം കയറി വന്നു. അപ്പൊ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, സിൽവർ കാസ്കേഡ്. അപ്പൊ ഇപ്പം അങ്ങോട്ട് പോവാം. ഒരു പരുവായി. റിവർഫോൾ കണ്ടു. വെയിലാണ് ഇപ്പോൾ, തണുപ്പുണ്ട്, അതേപോലെ തന്നെ വെയിലുണ്ട്. കുറെ നേരം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് 2 ക്യാപ്പ് വാങ്ങിച്ചു. അവിടെ നല്ല നല്ല മെറ്റീരിയലാണ്. നമ്മൾ റൂം എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചില്ല, ഉച്ചയായില്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പോകണം. താഴെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ഓക്കെ? വിശക്കുന്നുണ്ട്, നല്ല പോലെ വിശക്കണം. കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാൻ വന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ് വ്യൂ. കുഴപ്പമില്ല, ഔട്ട്ഡോർ ഉണ്ട് റെസ്റ്റോറൻറ്റ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഫുഡ് കുഴപ്പമില്ല. ആദ്യം കഴിച്ചപ്പം കൊള്ളൂല എന്ന് തോന്നി. കഴിച്ച് വന്നപ്പോൾ കൊള്ളാം. സാധനമുണ്ട്, പക്ഷെ അവിടുത്തെ സാധനമില്ല. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം സമയം 2:30 ആയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, കണ്ടില്ലേ? വെയിലുണ്ട്, അതോടൊപ്പം തണുപ്പുണ്ട് നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 18 ഡിഗ്രി സെൽഷ്യസ് കാണും ടെമ്പറേച്ചർ. അതെ, ഈ സൈഡ് നല്ല വെയിലാണ്. വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചു
ഓക്കെ, പ്രൈസ് 2 ബിരിയാണി 1000 അടുപ്പിച്ചായി. പിന്നെ ഫുഡെല്ലാം കഴിച്ചു. ഇതാ ഇവിടെ ഊഞ്ഞാലി വന്നിരുന്നു ഇങ്ങനെ ആടുന്നു. പറയൂ. ആടുന്നു. അത് കുറച്ച് ഫോട്ടോ എടുക്കണം. മിക്കതിലും ഈ ഇതായിരിക്കും ഫോട്ടോ എടുത്താ. നിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്തിരീ? ഓ, ഒന്നിലിടാൻ പോണില്ല. എന്റെ എടുത്തിട്ട് മതി. നീ എടുക്കണം. ഇത്ര പോസ് നിനക്കുള്ളൂ. എന്റെ പോസ് റെക്കോർഡ് ചെയ്തെല്ലാം ഞാൻ ചുമ്മയാണ്. ഒന്നും ഇടൂല. എവിടെയൊക്കെ പോയി എത്ര ഫോട്ടോ എടുത്താലും ഒന്നും ഇടൂല, ഒന്നും ചെയ്യില്ല. എന്റെ കുറച്ചെടുത്ത ഞാൻ ഇതിന് കുഴപ്പമില്ല. ഇതിന് ഞാൻ ഇങ്ങനെയല്ലേ കാണിക്കേ. ഓക്കെ, വീണ്ടും തൊപ്പിയൊക്കെ വെച്ച് നമ്മൾ കോഫി കുടിക്കാൻ പോവുകയാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഇവിടെ. കോട ഇറങ്ങി തുടങ്ങി. വൈകുന്നേരം ആയിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഇവിടുത്തെ കോട. ഇവിടെ മൂടെല്ലാം പുകയാണ്. നല്ല തണുപ്പ്. നല്ല ചിന്ന കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് റോഡ് ഒരു 10 കിലോമീറ്റർ വരും. അതുകൊണ്ട് വേറെ ഫുഡ് ഓപ്ഷൻ ഇല്ല. ഇവിടെ നിന്ന് കഴിച്ചാലേ പറ്റൂ. നോക്കാം. കോഫി, ഫ്രഞ്ച് ഫ്രൈസ്. ഇതിനെന്തോന്നു ബ്രെഡ് ഓംലെറ്റാ? ബ്രെഡ് ഓംലെറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്. കവർ നോക്കാതെ നോക്ക്. എന്തോ ചില്ലി സോസ്, കെച്ചപ്പ്. ഇതാണ് കെച്ചപ്പ്. ഇത് ഫുൾ അങ്ങ് തട്ടിയില്ലേ? ഓ, നോക്കിന്നൊക്കെ വെള്ളം വരണം. എനിക്ക് വയ്യ. വീഴൂല. നല്ല ടെമ്പറേച്ചർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്രയായിരുന്നു? 9 ഇപ്പൊ 14 ഡിഗ്രി. 14. നമ്മൾ ഇവിടെ കയറിയപ്പം 16, 20, 18 14 കുറഞ്ഞാണ്. ഇനി രാത്രി നല്ല ഭയങ്കര തണുപ്പാണ്. 10-8 ഇതിനെയും കട്ടി തണുപ്പാണ് റൂമില്. പിന്നെ ക്യാമ്പ് ഫയർ ഇത് നമ്മുടെ നൈറ്റ് ക്യാമ്പ് ഫയർ, ഔട്ട്ഡോർ കുക്കിംഗ്, പ്ലേ ഗ്രൗണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ, സ്വിങ് ഉണ്ട്. പൈനാപ്പിളാണ്. വിചാരിച്ചു നല്ല വ്യൂ. ഇവിടെ നിന്ന് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേര സമയം. പ്ലേ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് നല്ല കോട. കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇറങ്ങി. കോട കണ്ടോ? എൻ്റെ അനിയത്തി പറഞ്ഞാണ് ക്രോക്സ് വാങ്ങിക്കേ. ഞാൻ അവളെ പറയണൊന്നും കേൾക്കാറില്ല. ഞാൻ പറയണ അവളും കേൾക്കാറില്ല. ഞാൻ പറയുന്നൊന്നും അവള് കേൾക്കാറില്ല. അപ്പൊ അവൾക്ക് പിന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണ്. അതില് കാര്യമില്ലല്ലോ. ഇപ്പൊ ആര് ചെരുപ്പില നിൽക്കുന്നു. അത് എന്റെ ചെരുപ്പാണ്. ഇട്ടിരിക്കണ ക്രോക്സ്. നമ്മളിവിടെ സാധാ സ്ലിപ്പർ ഇട്ടോട്ടെ. ഇതാണ് കുതിര. ഓടും കുതിര. പോസ്റ്റ്. ഓക്കെ, ഈവനിങ് ബ്രേക്കിന് ശേഷം കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. തോന്നുന്നു. അതിന് ശേഷം ഇപ്പം പിന്നെയും പുറത്ത് പോവാണ്. പുറത്ത് നല്ല തണുപ്പ് ആയിരിക്കാം. കാരണം ഈവനിങ് ടൈം ആയപ്പോഴും നല്ല തണുപ്പുണ്ട്.
ശരി. ഗൈസ് പുറത്തിറങ്ങിയപ്പോഴേ നല്ല കാറ്റ്, തണുപ്പ്, ഇറങ്ങാൻ തന്നെ വയ്യ. ഇപ്പൊ കാണാം റൂമിൽ ഇരുന്ന് തണുപ്പായോണ്ടാണ് പുറത്തിറങ്ങിയത്. നല്ല കാറ്റും. അയ്യോ കുളിരണേ കുളിരണേ കുളിരണേ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. ആ ഇലയാണ് അങ്ങനെ കാണിച്ചു. ഈ ഭയങ്കര നല്ല തണുപ്പില് ചെറുതായിട്ടൊന്നും അനങ്ങിയാലും നല്ല കാറ്റുണ്ട്. ഈവനിങ് ടൈമിലുള്ള പോലെയല്ല, നല്ല കാറ്റുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ നടക്കാം. ഇതിലിരിക്കുമ്പോൾ എപ്പോഴും ബാക്ക് പോവും. അപ്പം നല്ല തണുപ്പ്. ഒരു കോഫി ഓർഡർ ചെയ്തു, കുടിക്കട്ടെ. നമ്മളെ ഇന്നത്തെ ഡേ 1 കൊടൈക്കനാല് വ്ളോഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇനി റൂമിൽ വന്ന് കോഫി എല്ലാം കുടിച്ച് ഇപ്പൊ റൂമിലെത്തി. ഇനി നമ്മള് അടുത്ത ഡേ 2 10 മണി. നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം എന്നാണ് വിചാരിക്കണം. എന്നാൽ കോടയൊക്കെ കാണാം. അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ കൊടൈക്കനാല് വരണമെങ്കിൽ ഇപ്പൊ ഇത് ബെസ്റ്റ് ടൈമാണ്. ഭയങ്കര തണുപ്പും അല്ല, എന്നാ തണുപ്പ് കുറവും അല്ല. ഇതിനേക്കാളും തണുപ്പുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ അത്രയ്ക്ക് തണുപ്പല്ല. ഇത് ബെസ്റ്റ് ക്ലൈമറ്റ് ആണ്. അപ്പൊ വരാൻ പറ്റിയ ടൈമാണ്. മഴ പെയ്താലേ തുടങ്ങും വിറയില്. വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വരുമ്പോൾ നമ്മൾ സീസണിലായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല. നമുക്ക് സാവകാശം സ്ഥലമെല്ലാം കണ്ട് വരാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് കൂടെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. കൈയൊക്കെ ചുമ വെച്ചിന്.